കൃഷ്ണരാജ, ഈ 140 മണ്ഡലങ്ങളും അതിൻ്റേതായ പ്രാധാന്യമുണ്ട്. നമ്മൾ ഇപ്പോൾ ആദ്യം പോകുന്നത് ഗുരുവായൂരിലേക്കാണ്. ഗുരുവായൂരിൽ എന്തുകൊണ്ട് ഹിന്ദു MLA വരുന്നില്ല എന്നുള്ള വലിയ ചോദ്യം, അത് വലിയ വിമർശനങ്ങൾക്ക് കാരണമായി, പരാതികൾക്ക് കാരണമായി. പക്ഷേ ആ ചോദ്യത്തിൽ ചില കാര്യങ്ങളുണ്ട്. നമ്മൾ ആ വാർത്തയിലേക്കാണ് വരുന്നത്. ഗുരുവായൂരിലെ NDA സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് B ഗോപാലകൃഷ്ണൻ്റെ പ്രസ്താവന തെരഞ്ഞെടുപ്പിൽ സജീവ ചർച്ചയാവുകയാണ്. എന്തുകൊണ്ട് ഇതുവരെയും ഒരു ഹിന്ദു MLA ഗുരുവായൂരിൽ ഉണ്ടായില്ല എന്ന ചോദ്യത്തിന് വലിയ പിന്തുണയാണ് സമൂഹ മാധ്യമങ്ങളിൽ ഉണ്ടാകുന്നത്. ഗുരുവായൂർ പോലെ പ്രസക്തമായ ഒരു ക്ഷേത്രം ഉണ്ടായിട്ടും യാതൊരു വികസന പ്രവർത്തനങ്ങളും ഉണ്ടാവാതെ മണ്ഡലം ഇതുവരെ കടന്നു പോവുകയാണ്. അതൊക്കെ അക്കമിട്ട് നിരത്തിയാണ് അഡ്വക്കേറ്റ് B ഗോപാലകൃഷ്ണന്റെ പ്രചാരണം. വിവരങ്ങളുമായി അരുൺ കൊടുങ്ങൂരും ന്യൂസ് ഡെസ്കിൽ നിന്ന് ഗൗതം അനന്തനാരായണനും ചേരും. ആദ്യം അരുൺ കൊടുങ്ങൂരിലേക്ക്. അരുൺ, അഡ്വക്കേറ്റ് B ഗോപാലകൃഷ്ണൻ ഉയർത്തുന്ന ഒരു ചോദ്യമുണ്ട്, അത് വലിയ വിവാദവുമാണ്. എന്തുകൊണ്ട് ഗുരുവായൂർ പോലെ, ഗുരുവായൂർ എന്ന ആ നാമം തന്നെ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരുന്ന ചിത്രം ഗുരുവായൂർ ക്ഷേത്രം തന്നെയാണ്. അപ്പോൾ ഗുരുവായൂർ മണ്ഡലത്തിൽ എന്തുകൊണ്ട് ഹിന്ദു MLA ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ്. നമ്മൾ നോക്കുമ്പോൾ ഗുരുവായൂർ മണ്ഡലം രൂപീകരിച്ചപ്പോൾ ആദ്യമുണ്ടായ MLA ഒരു ഹിന്ദു MLA ആണ്. പിന്നീട് ഇങ്ങോട്ട് വരുമ്പോൾ ആ ഹിന്ദു നാമധാരികളായ MLA കാണുന്നില്ല. എന്തുകൊണ്ട് അതുണ്ടാവുന്നില്ല എന്ന് അഡ്വക്കേറ്റ് B ഗോപാലകൃഷ്ണൻ ചോദിക്കുന്ന ചോദ്യത്തിന് വളരെ അധികം പ്രസക്തിയുണ്ട്. വോട്ടർമാർ ഈ ചോദ്യത്തോട് കൃത്യമായി അവർക്കും ഇതിന് പ്രതികരിക്കാൻ കഴിയുന്നുണ്ട്. വലിയ ചർച്ചയാണ് മണ്ഡലത്തിൽ ഈ വിഷയം. അങ്ങനെ തന്നെയല്ലേ അരുൺ കൊടുക്കും? തീർച്ചയായും അതിൽ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം, ഓരോ മണ്ഡലത്തിലെയും അതിൻ്റെ രാഷ്ട്രീയ പശ്ചാത്തലം, അതോടൊപ്പം തന്നെ വികസന പ്രവർത്തനങ്ങൾ, ഈ രണ്ട് വിഷയങ്ങളിൽ ഊന്നിയുള്ള ഒരു തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളാണ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും കേരളത്തിൽ മൊത്തം ഒരു ചർച്ചയായ ഒരു മണ്ഡലമാണ് നിലവിൽ ഗുരുവായൂർ എന്നുള്ളത്. നമുക്കറിയാം, നേരത്തെ വിനോദ് സൂചിപ്പിച്ച പോലെ ഗുരുവായൂർ എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം കേൾക്കുന്ന ആ ഗുരുവായൂർ എന്നുള്ള ആ മഹാക്ഷേത്രത്തെക്കുറിച്ചാണ്. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും സുപ്രധാനമായ സ്ഥാനം വഹിക്കുന്ന ഒരു ദിവസം 10,000 കണക്കിന് തീർത്ഥാടകർ ഒഴുകിയെത്തുന്ന ആ പുണ്യസംഘത്തെക്കുറിച്ചുള്ള ഒരു ഓർമ്മ മാത്രമാണ് നമുക്ക് ഗുരുവായൂർ എന്ന് കേൾക്കുമ്പോൾ ആദ്യം വരുന്നത്. എന്തായാലും ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുടെ ഭാഗമായിരുന്നു B ഗോപാലകൃഷ്ണൻ അവിടുത്തെ NDA സ്ഥാനാർത്ഥിയുടെ ഒരു വാക്കുണ്ടായിരുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ടത് അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം, ഈ ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ വികസനം അതുതന്നെയാണ് ഒരു പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം ഈ മണ്ഡലത്തിലെ. ഇതുവരെയും കാര്യമായി ചർച്ച ചെയ്യാത്ത ഒരു വിഷയം കൂടിയാണ്. ആ ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ വിഷയത്തെക്കുറിച്ച് പറയുമ്പോൾ ആ ക്ഷേത്രത്തിനെപ്പറ്റി അറിയാവുന്ന, ആ ക്ഷേത്രത്തിൻ്റെ ആചാര മര്യാദകളെ പറ്റി അറിയാവുന്ന, അതോടൊപ്പം തന്നെ ക്ഷേത്രത്തിന് എന്തെല്ലാം ആ അടിസ്ഥാന സൗകര്യ വികസനങ്ങൾ ഉണ്ടാകണമെന്ന് കൃത്യമായി അറിയാവുന്ന ഒരു MLA അവിടെ ഇതുവരെ ഉണ്ടായിട്ടില്ല, ഒരു ഹിന്ദു MLA ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് അദ്ദേഹത്തിൻ്റെ ഒരു പ്രസ്താവന ഉണ്ടായി. എന്തായാലും തുടക്കത്തിൽ അത് വലിയ രീതിയിലുള്ള ചർച്ചയായി വന്നില്ല എങ്കിലും പിന്നീട് അത് സാമൂഹ്യ മാധ്യമങ്ങൾ അത് ഏറ്റെടുക്കുകയും വലിയ ഒരു രാഷ്ട്രീയ വിവാദമായി മാറുകയും ചെയ്തിരിക്കുന്നു. എന്തായാലും നിലവിൽ വലിയ രീതിയിലുള്ള ഒരു ചർച്ചയാകുന്നു. അദ്ദേഹത്തിൻ്റെ ഈ പ്രസ്താവനയ്ക്ക് വലിയ പിന്തുണയേറുകയാണ്. അതോടൊപ്പം തന്നെ ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം, ഈ ഗുരുവായൂരിൽ എന്തുകൊണ്ട് ഇതുവരെ വികസനം ഉണ്ടായിട്ടില്ല? അനന്തമായ സാധ്യതകളാണുള്ളത്. കേന്ദ്ര സർക്കാരിൻ്റെ അടക്കം അനന്തമായ സാധ്യതകൾ, അനന്തമായ പദ്ധതികൾ ഉണ്ടായിട്ട് പോലും എന്തുകൊണ്ട് ഇതുവരെയും കൃത്യമായ ഒരു ഇടപെടൽ അവിടെ ഉണ്ടായിട്ടില്ല? കൃത്യമായി തന്നെ ഒരു ഇടപെടൽ എന്തുകൊണ്ട് MLAക്ക് ഇവിടെ നടത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ആണ് ഇപ്പോൾ ഉന്നയിച്ചു വരുന്നത്. സമൂഹ മാധ്യമങ്ങളിലും അതുതന്നെയാണ് കാണുന്നത്. കാരണം അത്രയേറെ വികസന സാധ്യതകൾ ഈ ക്ഷേത്രത്തോട് അനുബന്ധിച്ച് ഉണ്ട്. അതോടൊപ്പം തന്നെ അത് പല പദ്ധതികളും അവിടെ ആവിഷ്കരിക്കാൻ പറ്റുന്നുണ്ട്. പക്ഷേ എന്തുകൊണ്ട് ഇതുവരെയും ഇത്ര കടുത്ത ഒരു അവഗണന ഇവിടെ ഉണ്ടായി എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമുണ്ട്. ആ ചോദ്യത്തിന് ഇരു മുന്നണികളും മറുപടി പറയേണ്ടി വരും. പക്ഷേ മറുപടി കൃത്യമായി പറയാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് വരുന്നു. അതോടൊപ്പം തന്നെ മണ്ഡലത്തിൻ്റെ പൊതുവികസനം എടുത്താലും അടിസ്ഥാന സൗകര്യ വികസനത്തിൽ വലിയ പിന്നിലാണ് ഗുരുവായൂർ എന്നുള്ളത്. പക്ഷേ ഇതുവരെ ഈ കൃത്യമായ ഒരു ഇടപെടൽ, ദീർഘവീക്ഷണത്തോടെ ഒരു പദ്ധതി മണ്ഡലത്തിൽ നടത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള ഒരു വികസനം കൃത്യമായി അവിടെ ചർച്ച ചെയ്യേണ്ടിടത്ത് ഇത്തരത്തിലുള്ള പ്രസ്താവനയുമായി മുന്നോട്ട് കൃത്യമായി തന്നെ അതും എന്താണ് അവിടെ സംഭവിക്കുന്നത് എന്നുള്ള ഒരു യഥാർത്ഥ ചിത്രം കൂടി അവിടെ B ഗോപാലകൃഷ്ണൻ മുന്നോട്ട് വെക്കുകയും ചെയ്തു. അത് വലിയ ചർച്ചയായിരിക്കുകയാണ്. നമുക്കറിയാം, ഓരോ തെരഞ്ഞെടുപ്പ് വരുമ്പോഴും ഇത്തരത്തിലുള്ള വിഷയങ്ങൾ ചർച്ചയായി വരുന്നു, അത് സമൂഹത്തിൻ്റെ മുന്നിലേക്ക് വരുന്നു. ആ വിഷയങ്ങൾ തന്നെയാണ് പ്രധാന തെരഞ്ഞെടുപ്പ് വിഷയമായി മാറുകയും ചെയ്യുന്നത്. നമ്മൾ ശബരിമല
ശബരിമലയിലെ വിഷയം കണ്ടതാണ്. അത് 2018 ശേഷം യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് പ്രധാന ചർച്ചയായതെങ്കിലും സർക്കാരിനേറ്റ വലിയ തിരിച്ചടിയാണെങ്കിലും അതോടൊപ്പം തന്നെ ഇതിനുശേഷം ഇപ്പോൾ സ്വർണ്ണക്കൊള്ള സജീവ ചർച്ചയായി വരുന്ന ശബരിമല മോഡലിൽ തന്നെ ഈ ഗുരുവായൂർ വിഷയം കൂടി ചർച്ചയായി വരുന്നു എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷതയായി നമ്മൾ കാണുകയും ചെയ്യുന്നത്. നൂറ്റാണ്ടുകളായി നടന്ന ആ ഒരു വികസന പ്രവർത്തനങ്ങൾ അത് ഗുരുവായൂരിൽ എത്രത്തോളം ഉണ്ട് എന്നുള്ള ഒരു കാര്യം പൊതുസമൂഹം ചർച്ച ചെയ്യേണ്ടി വരുന്നു. ആ ചർച്ച അത് പൊതുസമൂഹത്തിൽ മാത്രമല്ല സാമൂഹ്യ മാധ്യമങ്ങൾ വലിയ രീതിയിലേക്ക് വിമർശനങ്ങൾ ഉണ്ടാകുന്നു. അതോടൊപ്പം തന്നെ ബി ഗോപാലകൃഷ്ണൻ്റെ ആ വിമർശനങ്ങൾ കൃത്യമായി തന്നെ സമൂഹ മാധ്യമങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് അദ്ദേഹത്തിന് പിന്തുണയേറിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം തന്നെയാണ് നിലവിലുണ്ടാകുന്നത്. വിനോദ്, തീർച്ചയായും